എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വളരെ ഹെൽത്തി ആയിട്ടുള്ള മുരിങ്ങയില ഉപ്പേരിയാണ്. വളരെ ടേസ്റ്റിയാണ്, അതുപോലെ നല്ല എളുപ്പമാണ് ഉണ്ടാക്കാനും. എൻ്റെ വീട്ടിലെ അമ്മൂമ്മയൊക്കെ ഈ രീതിക്കാണ് മുരിങ്ങയില ഉപ്പേരി ഉണ്ടാക്കാറ് കേട്ടോ. കൂടെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ കൊടുക്കണേ. ഇനി നമുക്ക് ഉണ്ടാക്കാനായി തുടങ്ങാം. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഞാൻ 8 കപ്പലമുളക്, ഒരു 10 ചെറിയുള്ളി, അതുപോലെ തന്നെ 5 അല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ അമ്മിക്കല്ലുണ്ടെങ്കിൽ അതിൽ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താലും മതി. അപ്പോൾ മിക്സിയിലിട്ടിട്ട് അരയ്ക്കണ സമയത്ത് ഒരുപാട് ഫൈനായിട്ട് അരയ്ക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു ഉപ്പേരിക്ക് ഇതാണ് കറക്റ്റായിട്ടുള്ള ഒരു പാകം. അതിന് ശേഷം ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മൾ ചതച്ച് വെച്ച മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് നേരമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ, കാരണം ഇതിൽ തന്നെയാണ് കിടന്ന് വേവാൻ പോണത്. അതിനുശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് മുരിങ്ങയില ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ട് കണക്ക് പറയാൻ പറ്റില്ല, ഏകദേശം ഒരു കെട്ടൊക്കെ ഉണ്ടാവും കേട്ടോ നല്ലോണം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം തെളിച്ച് കൊടുക്കുകയാണ്. ഒരുപാട് വെള്ളം ആവശ്യമില്ല അതിന്. അതിനുശേഷം നന്നായിട്ട് ഒന്നും കൂടെ യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഞാൻ എങ്ങനെയാണ് മുരിങ്ങയില വൃത്തിയാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പഴുത്ത ഇലകളും കാര്യങ്ങളൊക്കെ കളഞ്ഞ ശേഷം കുറച്ച് വെള്ളത്തിൽ ഉപ്പും മഞ്ഞളൊക്കെ ഇട്ടിട്ട് ഒരു 15 മിനിറ്റ് തൊട്ട് അരമണിക്കൂർ ഇട്ട് വെക്കും. അതിന് ശേഷം വൃത്തിയായിട്ട് കുറേ പ്രാവശ്യം കഴുകിയെടുക്കും. നമ്മൾ വീട്ടിൽ നിന്ന് എടുത്ത മുരിങ്ങയിലയിൽ പോലും നമ്മളിങ്ങനെ ചെയ്യണം, കാരണം അതിൽ പൂച്ചി പുഴുവൊക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഞാനത് കുറച്ച് നേരം അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിൽ വെള്ളം വറ്റിയിട്ടില്ല, കുറച്ചുകൂടെ വറ്റാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനു മുമ്പ് നമ്മുടെ ചാനലിൽ മുരിങ്ങയിലയും മുട്ടയും കൊണ്ടുള്ളൊരു തോരൻ ഇട്ടിട്ടുണ്ട്, കാണാത്തവർ കാണാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരനാണ്. അപ്പോൾ കണ്ടില്ലേ, കുറച്ച് നേരം കഴിയുമ്പോൾ ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മുരിങ്ങയില എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കട്ട പോലെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് ആറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഉലർത്തി കൊടുത്താൽ മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.